ഒഴിവാക്കലും വിശ്രമം അനുവദിക്കലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒഴിവാക്കുക എന്നാൽ പതിയെ എന്തെങ്കിലും കാരണം കൊണ്ടോ അല്ലെങ്കിൽ കാരണം തുറന്നു പറയാതെയുമോ ഉള്ള മാറ്റി നിർത്തൽ തന്നെയാണ്. ഒഴിവാക്കിയവർക്ക് ഏതെങ്കിലും പകരക്കാരെ അവർ കണ്ടെത്തിയിട്ടുണ്ടാകും. ഒഴിവാക്കിയ ആളുകൾ അവരെ പതിയെ റഡാറിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ടാകും. അവരെ തിരിച്ചെടുക്കാൻ ഒഴിവാക്കിയവർക്ക് വലിയ ആഗ്രഹവും ഉണ്ടാവില്ല. ഒഴിവാക്കുക എന്നാൽ പുറത്താക്കുക എന്ന് തന്നെയാണ്. അവർക്ക് പകരം മറ്റൊരാളെ അവർ എന്തൊക്കെ അത്ഭുതങ്ങൾ കാട്ടിയാലും കണ്ടുവച്ചിട്ടുണ്ടാകും. അതൊരു കരിയർ എൻഡ് വിധിക്കുന്ന തീരുമാനമാണ്, പുറത്താക്കലാണ്. ഇനി വിശ്രമം അനുവദിക്കുക എന്നാൽ ഒരു താരത്തിന് ലഭിക്കുന്ന ലക്ഷൂറിയസ് അവധിയാണ്. ആ താരത്തിന് കിട്ടുന്ന പ്രിവിലേജാണത്. അവർക്ക് തിരിച്ചെത്താനുള്ള ഓപ്ഷനും അവിടെയുണ്ട്. അവരുടെ സ്ലോട്ട് എപ്പോഴും അവിടെ ഉണ്ടാകും. തിരിച്ചെത്തുമ്പോൾ ആ സ്ലോട്ടിൽ തന്നെ അവർക്ക് അവസരം ലഭിക്കുകയും ചെയ്യും. ലോകകപ്പ് ഹീറോ ആയിട്ടും സഞ്ജു വി സാംസണെ സിംബാബ്വെ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ വിമർശനം മുറുകവെ BCCI പറയുന്നത് അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചു എന്നാണ്. എന്നാൽ സത്യകഥ എന്തെന്നാൽ അവരുടെ ന്യായീകരണത്തിൽ തന്നെയുണ്ട് സഞ്ജുവിനോടുള്ള മനോഭാവവും സഞ്ജുവിനെ ഒഴിവാക്കിയത് തന്നെയാണ് എന്ന് സത്യവും. ലോകകപ്പ് ഹീറോയായ ഒരു താരത്തെ കേവലം 3 മത്സരങ്ങളിലെ പരാജയത്തിന് ശേഷം ഒഴിവാക്കിയതും പോരാ, ഒരുമാതിരി ന്യായീകരണവും BCCI ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സഞ്ജു സാംസൺ വിൽ ഫീൽ ഹിംസെൽഫ് അൺലക്കി വൺസ് അഗെയിൻ. സിംബാബ്വെ പര്യടനത്തിന് ഇല്ലാത്ത ഒരേ ഒരു ബാറ്റ്സ്മാൻ സഞ്ജു മാത്രമാണ് ഈ ടീമിൽ നിന്നും. അതിനിവർ പറയുന്ന ന്യായീകരണം എന്നുള്ളത് സഞ്ജുവിന് വിശ്രമം നൽകിയതാണ് എന്നാണ്. സഞ്ജു ഇപ്പോൾ ഒരു ഫോർമാറ്റിൽ മാത്രമാണ് കളിക്കുന്നുള്ളൂ. പിന്നെ എന്തിനാണ് സഞ്ജുവിന് മാത്രം ഈ വിശ്രമം? സഞ്ജു സാംസൺ വിൽ ഫീൽ ലൈക്ക് റോബ്ഡ് വൺസ് അഗെയിൻ. ഈ മാസം 23 മുതലാണ് സിംബാബ്വെയിൽ 3 T20കളുടെ പരമ്പരയിൽ ഇന്ത്യ കളിക്കുന്നത്. നായകസ്ഥാനത്ത് ശ്രേയസ് അയ്യർ തന്നെയാണ് അവിടെയുള്ളത്. ഇഷാൻ കിഷൻ വിക്കറ്റ് കീപ്പറായി സ്ഥാനം നിലനിർത്തിയപ്പോൾ സഞ്ജുവിന് പകരം ടീമിലെത്തിയത് പുതുമുഖമായ പ്രഭ്സിമ്രാൻ സിംഗ് ആണ്. എടുത്തു പറയേണ്ടത് ശ്രേയസ് അയ്യരുടെ IPL ടീമായ പഞ്ചാബ് ടീമിൻ്റെ കീപ്പറാണ് പ്രഭ്സിമ്രാൻ എന്നതാണ്. സെലക്ടർമാർ ഈയൊരു സഞ്ജുവിനെ ഒഴിവാക്കിയതോ അല്ലെങ്കിൽ വിശ്രമം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട ഈ കാര്യത്തെക്കുറിച്ച് സെലക്ടർമാർ പറയുന്നത്, ഇതിനെക്കുറിച്ച് സിംബാബ്വെക്കെതിരെയുള്ള T20 പരമ്പരയിൽ ഇന്ത്യൻ സ്ക്വാഡിൽ ഉൾപ്പെടുത്തപ്പെട്ടാലും സഞ്ജു സാംസന് കളിക്കാൻ അവസരം ലഭിച്ചേക്കില്ല. അതിനാൽ തന്നെ അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നൊക്കെയാണ്. അതിനൊപ്പം അവർ പറയുന്നത് സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഭാഗമാണ് സഞ്ജു. അതുകൊണ്ട് തന്നെ വിശ്രമം അദ്ദേഹത്തിന് ആവശ്യമാണ് എന്നാണ്. കളിക്കാൻ അവസരമില്ലെങ്കിൽ പിന്നെ സഞ്ജുവിനെയും കൊണ്ട് എന്തിനാണ് സിംബാബ്വെയിലേക്ക് പോകുന്നത് എന്നതാണ് സെലക്ടർമാർ ചോദിക്കുന്നത്. അദ്ദേഹം ഒരു സീനിയർ കളിക്കാരനാണ് എന്നും BCCIയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രതികരണം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൽ വല്ല വാസ്തവമുണ്ടോ എന്നും നമുക്ക് നോക്കാം. സഞ്ജുവിന് മാത്രം ഇത്രയും വിശ്രമം കൊടുക്കേണ്ട കാര്യമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടീമിലെ ഒരുവിധം താരങ്ങളെല്ലാം IPLും അതുപോലെ ലോകകപ്പും ഒക്കെ കഴിഞ്ഞ് വരുന്നവരാണ്. അതിനാൽ തന്നെ സഞ്ജു വിശ്രമം ആവശ്യപ്പെടാത്തിടത്തോളം കാലം വിശ്രമത്തിൻ്റെ ആവശ്യം അവിടെയില്ല. സഞ്ജുവിന് ഹാർദിക്കിനെ പോലെ വിശ്രമം വേണ്ട പരിക്കുമില്ല. അതുമാത്രവുമല്ല, ഇംഗ്ലണ്ടുമായി ഇപ്പോൾ നടക്കുന്ന T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ മാത്രമാണ് സഞ്ജു കളിച്ചിട്ടുള്ളൂ. മഴയെ തുടർന്ന് ഉപേക്ഷിക്കപ്പെട്ട കളിയിൽ അദ്ദേഹം നേടിയത് 1 റൺസാണ്. അതിന് തൊട്ടുമുമ്പുള്ള അയർലൻഡുമായുള്ള 2 മത്സരങ്ങളിൽ അദ്ദേഹം കളിക്കുകയുണ്ടായി. അതിൽ ഒരു ഡക്കിന് അദ്ദേഹം പുറത്തായിരുന്നു, 5 റൺസിനും പുറത്തായിട്ടുണ്ട്. അപ്പോൾ ഈ 3 കളികളാണ് അദ്ദേഹം ഇതിനകം കളിച്ചിട്ടുള്ളത് IPL ശേഷം. 3 മോശം ഇന്നിങ്സുകളാണ് സഞ്ജുവിൻ്റെ പ്ലേയിങ് ഇലവനിലെ സ്ഥാനം നഷ്ടമാക്കിയത് എന്നത് ശരി തന്നെയാണ്. പകരം കൗമാര ബാറ്റിംഗ് സെൻസേഷൻ വൈഭവ് സൂര്യവംശി സഞ്ജുവിന് പകരം കഴിഞ്ഞ ഇംഗ്ലണ്ടിനെതിരെയുള്ള 2ാം മത്സരത്തിൽ അരങ്ങേറുകയും ചെയ്തു. അപ്പോൾ ഇനി അവശേഷിക്കുന്നത് 3 T20 മത്സരങ്ങളാണ് ഇംഗ്ലണ്ടിനെതിരെ. ഈ 3 T20 മത്സരങ്ങളിലും സഞ്ജുവിന് അവസരം കിട്ടുമോ എന്നത് സംശയകരമാണ്. കാരണം അഭിഷേക് ശർമ്മ, വൈഭവ് സൂര്യവംശി ജോഡിയെ ഓപ്പണിംഗിൽ തുടർച്ചയായി പരീക്ഷിക്കാനായിരിക്കും ഇനിയുള്ള ഈ പരമ്പരയിലെ ടീം മാനേജ്മെൻറ്റിൻ്റെ പ്ലാൻ. അങ്ങനെയെങ്കിൽ സഞ്ജുവിന് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരമ്പരയിൽ ഇനിയുള്ള 3 മത്സരങ്ങളിലും വിശ്രമം ലഭിക്കും. അതായത് ആവശ്യത്തിന് വിശ്രമം ഇപ്പോൾ തന്നെ കിട്ടുമെന്ന് സാരം. അപ്പോഴാണ് ആരാധക രോഷം ഭയന്നുകൊണ്ട് ഈ ഒഴിവാക്കിയതിനെ, സഞ്ജു സാംസണെ സിംബാബ്വെക്കെതിരെയുള്ള പരമ്പരയിൽ ഒഴിവാക്കിയതിനെ വിശ്രമമാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള BCCIയുടെ ന്യായീകരണം. സത്യത്തിൽ സഞ്ജുവിന് കുറച്ചുകൂടി മര്യാദയും മാന്യതയും ഒക്കെ അദ്ദേഹം അർഹിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊപ്പം തന്നെ അജിത് അഗാർക്കർ എന്ന ചീഫ് സെലക്ടറുടെയും ഗൗതം ഗംഭീർ എന്ന കോച്ചിൻ്റെയും അവർ ഇപ്പോഴും ആ കസേരയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രധാന കാരണവും ഈ മനുഷ്യൻ തന്നെയാണ്. T20 ലോകകപ്പിൽ പരാജയപ്പെട്ടിരുന്നെങ്കിൽ തെറിക്കുമായിരുന്നു കോച്ച് ഗൗതം ഗംഭീറിൻ്റെ ആ ഒരു കോച്ച് പദവി. അജിത് അഗാർക്കറിൻ്റെ തൊപ്പിയും തെറിക്കുമായിരുന്നു. ആ സമയത്താണ് സഞ്ജു സാംസൺ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ആ 3 ഇന്നിങ്സുകളിലൂടെ രക്ഷിച്ചെടുക്കുകയായിരുന്നു ഇവരുടെ ജോലിയും. T20 ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ തോറ്റിരുന്നെങ്കിൽ ഇന്ത്യ പുറത്താകുമായിരുന്ന ഘട്ടമായിരുന്നു. ഗംഭീറിനെ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം എന്ന ആവശ്യം ആ സമയത്ത് ശക്തമാവുകയും ചെയ്യുമായിരുന്നു. പക്ഷേ സഞ്ജു ആ ഇന്നിങ്സിലൂടെ രക്ഷിച്ചത് ലിറ്ററലി ഇന്ത്യയെയും ഗൗതം ഗംഭീറിനെയും അതിനൊപ്പം തന്നെ അജിത് അഗാർക്കറിൻ്റെയും ജോലി കൂടിയാണ്.
ലോകകപ്പിലുടനീളം അഭിഷേക് ശർമ്മ പൂർണ്ണ പരാജയമായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് 5 ഡെക്കുകളൊക്കെ എടുത്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് അഭിഷേകിൻ്റെ ഭാരം കൂടി സഞ്ജുവാണ് ചുമന്നത്. അഭിഷേകിനെ പിന്തുണയ്ക്കുന്ന ഇതിൻ്റെ പകുതി പോലും പക്ഷേ ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ് ഇപ്പോൾ സഞ്ജുവിനെ പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് പറഞ്ഞു വരുന്ന കാര്യം. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ മത്സരം കളിച്ചുകൊണ്ട് ഒരു ലോകകപ്പിൻ്റെ താരമായവനാണ് സഞ്ജു സാംസൺ. ഇന്ത്യയുടെ ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർമാരെ ഓഫ് സ്പിന്നർമാരെ ഇട്ട് നിരന്തരം വെള്ളം കുടിപ്പിച്ചു കൊണ്ടിരുന്ന ലോകകപ്പിൻ്റെ സമയത്താണ് സഞ്ജു ടീമിലേക്ക് വീണ്ടും വരുന്നത്. സഞ്ജു വന്നതിന് ശേഷമുള്ള ശേഷിച്ച മത്സരങ്ങളിൽ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഉറപ്പായും സഞ്ജുവിൻ്റെ അന്താരാഷ്ട്ര കരിയർ പോലും അവിടെ അവസാനിക്കുമായിരുന്നു. അവിടെയാണ് സഞ്ജു കത്തിപ്പടർന്നത് ഈ T20 ലോകകപ്പിൽ. ഏറ്റവും മോശം അവസ്ഥയിൽ നിന്നും വന്ന് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റും രാജ്യത്തിനായി കിരീടവും നേടിയ രാവിലെ ഒരുപക്ഷെ സഞ്ജു എന്താകും മനസ്സിൽ കരുതിയിട്ടുണ്ടാകുക എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാമെന്ന് തോന്നുന്നു. ഇനിയെങ്കിലും തനിക്ക് ലോങ് റൺ കിട്ടുമെന്ന് തന്നെയായിരിക്കും അന്ന് ആ സമയത്ത് ആ പോഡിയത്തിൽ ഹർഷ ബോഗ്ലിക്കൊപ്പം ഇരിക്കുമ്പോൾ സഞ്ജു കരുതിയിരുന്നത്. കുറച്ചു കാലത്തേക്കെങ്കിലും താൻ T20 ടീമിൽ അതിനൊപ്പം തന്നെ വരാനിരിക്കുന്ന ഏകദിന ലോകകപ്പിലും തനിക്ക് അവസരം ഉണ്ടാകും എന്ന് തന്നെയായിരിക്കും അദ്ദേഹം അന്ന് കരുതിയിരിക്കുക. പക്ഷേ എത്ര പെട്ടെന്നാണ് എല്ലാം തകിടം മറിഞ്ഞത്. ആ ഒരു പ്രകടനത്തിൻ്റെ ബലത്തിൽ കാലാകാലം ടീമിൽ ഉണ്ടാകണം എന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ അത്രയൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു അയർലാൻഡ് പരമ്പര ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഇപ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരമ്പരയിൽ അത്രയൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് നമ്മൾ കരുതിയിരുന്ന പരമ്പരയിലെ മോശം പെർഫോമൻസ് അല്ലെങ്കിൽ 2 മത്സരങ്ങളിലെ ലോ സ്കോറാണ് സഞ്ജുവിനെ ഇങ്ങനെ പുറത്തിരുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം. അതൊരു മോശം സ്റ്റാറ്റ് തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് അയാളെ എഴുതി തള്ളാമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സഞ്ജു മാത്രമാണോ ഈ ടീമിൽ ഈ 3 മത്സരങ്ങളിൽ മോശമായി കളിച്ചിട്ടുള്ളത്? ഈ 3 മത്സരങ്ങളിൽ എടുത്തു പറയാനുള്ള പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അഭിഷേകിൻ്റെ ഒരു 50 മാത്രമായിരുന്നു. അതിനൊപ്പം ശ്രേയസ് അയ്യരുടെ ഒരു 50 മാത്രമായിരുന്നു. അതിലപ്പുറം മറ്റു ആരും എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചിട്ടില്ല. പക്ഷേ സഞ്ജു മാത്രമാണ് ഈ ടീമിൽ നിന്നും പുറത്തായത്. സത്യത്തിൽ ഇംഗ്ലണ്ട് പരമ്പരയിലെ ആദ്യ മത്സരത്തിലെ മോശം പ്രകടനം കൊണ്ട് തന്നെ BCCI സഞ്ജുവിൻ്റെ വിധി കുറിച്ചിരുന്നു എന്ന് കരുതണം നമുക്ക് ഈ ടീം ലിസ്റ്റ് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ. 2020 ഇന്ത്യക്കാർ മാത്രമല്ല ലോകത്തെ ക്രിക്കറ്റ് ആരാധകരെല്ലാം ആവേശത്തോടെ കാത്തിരുന്ന വൈഭവ് സൂര്യവംശിയുടെ അരങ്ങേറ്റം നടന്നു. ആർക്ക് പകരം എന്ന ചോദ്യത്തിന് ഒറ്റൊരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ, സഞ്ജു സാംസന് പകരം. സഞ്ജുവിനെ പുറത്താക്കിയോ എന്നതാണ് ചോദ്യമെങ്കിൽ പുറത്താക്കിയത് തന്നെയാണോ എന്ന് BCCIയോട് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിച്ചാൽ പറ്റില്ല, വിശ്രമം അനുവദിച്ചു എന്ന രീതിയിലാണ് BCCI ഇപ്പോൾ പറയുന്നത്. അനാവശ്യ വിശ്രമമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സഞ്ജുവിനെ ഈ വിധം പുറത്താക്കിയതിനെതിരെ വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ പ്രതിഷേധം ഉയരുന്നുണ്ട്. സഞ്ജുവിന് 1-2 മോശം ഇന്നിംഗ്സിൻ്റെ പേരിൽ തഴഞ്ഞത് ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് മുൻ ഇന്ത്യൻ താരവും അതുപോലെ പരിശീലകനുമൊക്കെയായ രവിശാസ്ത്രി ആഞ്ഞടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. പുറത്താക്കുന്നതിന് പകരം സഞ്ജുവിനെ പോലെ കഴിവുള്ള ഒരു പ്ലെയറെ ക്യാപ്റ്റനും കോച്ചും ഈ സമയത്ത് പിന്തുണ നൽകുകയാണ് വേണ്ടതെന്നാണ് രവിശാസ്ത്രി പറഞ്ഞത്. സഞ്ജു സാംസനെ സിംബാബ്വെ പര്യടനത്തിലുള്ള ഇന്ത്യൻ T20 ടീമിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ മുൻ ഇന്ത്യൻ താരമായ ആകാശ് ചോപ്രയും കഴിഞ്ഞ ദിനം അദ്ദേഹത്തിൻ്റെ നിരീക്ഷണവുമായി രംഗത്ത് വന്നിരുന്നു. ഒരു കളിക്കാരൻ ഇനി എന്താണ് ഇതിൽ കൂടുതൽ ചെയ്യേണ്ടത്? ഇത് തികച്ചും ആശങ്കാജനകമായ കാര്യമാണ്. സഞ്ജുവിനോട് സഹതാപം തോന്നുന്നുണ്ട്. അവൻ തൊട്ടു മുമ്പ് ഒരു ലോകകപ്പ് ഇന്ത്യയെ ജയിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇതിനപ്പുറം ഒരു കളിക്കാരൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? അവൻ്റെ IPL മികച്ചതായിരുന്നു. എന്നിട്ടും കേവലം 3 മോശം ഇന്നിംഗ്സുകളുടെ പേരിൽ ടീമിലെ സ്ഥാനം നഷ്ടപ്പെടുക എന്നത് കഠിനമാണ്. സഞ്ജുവിന് ഇപ്പോൾ നിരാശയോ ദേഷ്യമോ തോന്നുന്നുണ്ടെങ്കിൽ അതിനവന് പൂർണ്ണമായ അവകാശമുണ്ട്. അവനോട് ഇവിടെ അനീതിയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് വിശ്രമമല്ല, പുറത്താക്കൽ തന്നെയാണ്. കളിക്കാരെ പരസ്പരം റൊട്ടേറ്റ് ചെയ്ത് അവസരങ്ങൾ തുല്യമായി വീതിച്ചു നൽകാൻ ഗൗതം ഗംഭീറിനും മാനേജ്മെൻറ്റിനും സാധിക്കുമായിരുന്നു. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും തുടർച്ചയായി കളിക്കുകയും സഞ്ജു സാംസൺ മാത്രം പുറത്തിരിക്കുകയും ചെയ്യുമ്പോൾ അത് ആർക്കും അത്ര സുഖമുള്ള കാര്യമായിരിക്കില്ല. ഇപ്പോൾ കാണുമ്പോൾ സഞ്ജുവിന് വിശ്രമം അനുവദിച്ചതാണെന്ന് തോന്നുന്നില്ല. അവന് ടീമിൽ നിന്നും പുറത്താക്കിയതുപോലെ തന്നെയാണ് അനുഭവപ്പെടുന്നത് എന്നാണ് ആകാശ് ചോപ്ര കഴിഞ്ഞ ദിനം പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഏഷ്യൻ ഗെയിംസിന് വേണ്ടിയാണ് സഞ്ജുവിന് വിശ്രമം അനുവദിച്ചത് എന്നതാണ് വിശദീകരണമെങ്കിലും അവിടെയും പ്രശ്നങ്ങളുണ്ട്. ശ്രേയസ് അയ്യരെ ക്യാപ്റ്റനാക്കി ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ നേരത്തെ തന്നെ സെലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുത്തിരുന്നു. UK പര്യടനത്തിനൊപ്പം തന്നെ ആ ടീമിനെയും ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണം നിലനിർത്താൻ ഒരുങ്ങുന്ന സ്ക്വാഡിനെയും BCCI ആ സമയത്ത് തിരഞ്ഞെടുത്തിരുന്നു. 2 ടീമിലെയും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്നുള്ളത് വിശ്രമം അനുവദിക്കപ്പെട്ട സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ ഏഷ്യൻ ഗെയിംസിനുള്ള ടീമിൽ ഉണ്ട് എന്നതാണ്. ഗെയിംസിനുള്ള ടീം ലിസ്റ്റ് സമർപ്പിക്കേണ്ട തീയതി നേരത്തെ ആയതുകൊണ്ട് മാത്രമാണ് ഏഷ്യൻ ഗെയിംസിനുള്ള ടീമിനെ ആ സമയത്ത് ഇന്ത്യ പ്രഖ്യാപിച്ചത്. പക്ഷേ ഈ സ്ക്വാഡ് അന്തിമമല്ല എന്ന് വേണം എനിക്ക് കരുതാൻ. ഇതിൽ മാറ്റം വരുത്തിയേക്കാനുള്ള സാധ്യതയുമുണ്ട്. നിയമപരമായ ടീമിൽ മാറ്റം വരുത്താൻ എല്ലാ ടീമുകൾക്കും ഇനി അനുവാദവുമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സ്ക്വാഡിൽ ചില പുതുക്കലുകൾ ഇന്ത്യ നടത്തുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ഒഴിവാക്കപ്പെടുക നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ തന്നെയായിരിക്കും. സഞ്ജു ഒഴികെ ബാക്കി എല്ലാ ബാറ്റർമാരെയും സിംബാബ്വെ സ്ക്വാഡിൻ്റെ ഭാഗമാണ് എന്നത് നമ്മൾ ഇവിടെ ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തെ താഴ്ന്നത് തന്നെയാണെന്ന്
തെളിയിക്കാൻ റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കേണ്ടതുമില്ല. സഞ്ജുവിനെ കൈവിട്ട് പ്രഭ്സിമ്രാനെ വളർത്തിയെടുക്കാൻ തന്നെയാണ് BCCIയുടെ നെക്സ്റ്റ് പ്ലാൻ. നേരത്തെ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിൽ തന്നെ സഞ്ജുവിൻ്റെ കീപ്പിംഗ് റോൾ എടുത്ത് ഇഷാന് നൽകിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ലിറ്ററലി സഞ്ജുവിനെ ഒഴിവാക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശ്രമം നൽകിയത് ഹാർദിക്കിനും അതുപോലെ ബുംറയ്ക്കും ഒക്കെ തന്നെയാണ്, സഞ്ജുവിനല്ല. ലോകകപ്പ് വിന്നറായിട്ടുള്ള ആ ടൂർണമെൻറ്റിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആയിട്ടുള്ള റെക്കോർഡ് ബ്രേക്കർ ആയിട്ടുള്ള സഞ്ജു സാംസൺ, അദ്ദേഹം ഇതിലും ബെറ്റർ ഡിസേർവ്ഡ് ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.